ഓവറോൾ ഗ്രോത്തിനും വേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ടും കുറച്ച് നാളുകളായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് വളരെയധികം പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പരിമിതമായ ഈ ആളുകളുടെ ഇടയിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളുടെ കല്യാണമാണ് ഇനി വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഡിസംബർ എനിക്ക് അത്ര നല്ല സമയമല്ല. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒക്കെ കണക്ക് തന്നെ. ആരോഗ്യപരമായിട്ടാണെങ്കിൽ ഈ സമയത്ത് എൻ്റെ അലർജീസും ആസ്മയും എല്ലാം വീണ്ടും തുടങ്ങും. ഗൈസ്, ഞങ്ങൾ രണ്ടുപേരെ കാണാൻ ഒരുപോലെ ഉണ്ടോ? പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയ്യായികളോ പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞ് കളയാനായിട്ട് നമ്മുടെ കയ്യിൽ ഇനി ടൈമില്ല. വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ കല്യാണത്തിന്. അപ്പം അടി മുതൽ മുടി വരെ അറ്റകുറ്റപ്പണികളുടെ സമയമായി. അപ്പം ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ ഹെയർ ചെയ്യാനായിട്ട് സലൂണിലേക്ക് പോവുകയാണ്. വളരെയധികം സ്നേഹിക്കുന്ന കൂട്ടുകാരി. എന്നാൽ ആ കൂട്ടുകാരിയെക്കാട്ടിയും കൂടുതലായിട്ട് അവളുടെ നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും സ്നേഹിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? പക്ഷെ അയക്കാൻ അങ്ങനെ ഒരു കഥയാട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബാക്കിലുള്ള. ഞങ്ങൾ ഫ്രണ്ട്സായി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആളുടെ വീട്ടിൽ കൊണ്ടുപോയി. ഈ ഗൃഹാകുരത്ത് ഉണർത്തുന്ന സാധനങ്ങളോടൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര അഭിനിവേശമാണ്. വീടിന്റെ ഉമ്മർത്ത് നിന്ന കണ്ണെത്താ ദൂരത്തോളം കാണുന്ന പാടം, കുളം, ചെറിയ ചെറിയ നാട്ടുവഴികൾ, അമ്പലം, അവിടുത്തെ ഉത്സവം, കാവുകൾ, വളരെ നിഷ്കളങ്കരും സ്നേഹമുള്ളവരായിട്ടുള്ള നാട്ടുകാരും വീട്ടുകാരും. ബാക്കി കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നമ്മുടെ തലയുടെ കാര്യം ഒരുവിധം തീരുമാനമായിട്ടുണ്ട്.